ഹായ് എവരി വൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചറിനെ ആയിരിക്കും പരിചയപ്പെടുക. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അറേസ് ഒക്കെ പോലെ സ്റ്റാക്കും ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് എലമെന്റ് അറ്റ് വൺ എൻഡ്. ഇൻസെർഷനും ഡിലീഷനും ഒരു സൈഡിലായിരിക്കും നടക്കുക. ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ലാസ്റ്റ് വന്ന എലമെന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. സ്റ്റാക്കിനെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. സ്റ്റാക്കിലോട്ട് നമുക്ക് 3 എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്തു. 5 എന്ന് പറഞ്ഞ മറ്റൊരു എലമെന്റിനെ ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തു. 6 എന്ന് പറഞ്ഞ് വേറൊരു എലമെന്റിനെ ഞാനിപ്പം ഇൻസേർട്ട് ചെയ്തു. ഇൻസെർഷൻ എല്ലാം നടന്നത് ഈ സൈഡിൽ നിന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് എലമെന്റ് ടേക്സ് പ്ലേസ് അറ്റ് വൺ എൻഡ് എന്നാണ്. അന്നേരം ഇനി എലമെന്റിന്റെ ഡിലീഷൻ സംഭവിക്കുകയോ ഈ സ്റ്റാക്കിൽ നിന്ന് നമുക്ക് എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യണം. അന്നേരം ഇൻസേർട്ട് ചെയ്ത ആ ഒരു സൈഡിൽ നിന്ന് തന്നെ വേണം നമ്മൾ എലമെന്റ്സിനെയും റിമൂവ് ചെയ്യാൻ. ആദ്യം നമ്മൾ 6നെ റിമൂവ് ചെയ്യും, പിന്നെ 5നെ, പിന്നെ 2നെ. ഇങ്ങനെയായിരിക്കും സ്റ്റാക്കിലെ എലമെന്റ്സിനെ എല്ലാം റിമൂവ് ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റാക്ക് ഫോളോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സ്റ്റാക്കിലെ ഓപ്പറേഷൻസ് എല്ലാം ഒന്ന് കാണാം. പുഷ് എലമെന്റ്, പോപ്പ്, ടോപ്പ്, എംഡി. പുഷ് എലമെന്റ് ഞാനിപ്പം പുഷ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റാക്കിലോട്ട് നമ്മൾ 2 എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യും. പുഷ് 3 എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ 3യെ വെക്കും. പുഷ് 5 എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് 5നെ വെക്കും. പോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. ടോപ്പിലുള്ള എലമെന്റ് 5 ആയിരുന്നു. അന്നേരം 5യെ റിമൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ റിട്ടേണും ചെയ്യും. സ്റ്റാക്കിൽ നിന്ന് ഇപ്പം 5 നമ്മൾ റിമൂവ് ചെയ്തു. ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെന്റ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരും. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇപ്പം 3 ആണ് ഉള്ളത്. അന്നേരം ടോപ്പ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ 3 റിട്ടേൺ ചെയ്യും. എം ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ട്രൂ റിട്ടേൺ ചെയ്യും സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ സ്റ്റാക്ക് എം ഡി അല്ല. അന്നേരം ഫാൾസ് ആയിരിക്കും എം ഡി എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഈ 4 ഫങ്ഷൻസ് ആണ് സ്റ്റാക്കിൽ ഉള്ളത്. നമ്മൾ പൈത്തണിൽ ലിസ്റ്റ് ആയിരിക്കും സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യുക. പുഷ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് പകരം നമ്മൾ അപ്പൻഡ് എലമെന്റ് യൂസ് ചെയ്യും. പോപ്പിന് പകരം പോപ്പ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ലിസ്റ്റിലും പോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എം ഡി എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ സ്റ്റാക്ക് എം ഡി ആണെന്നാണ് നോക്കുക. അന്നേരം ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0 ആണെന്നായിരിക്കും നമ്മളിൽ പൈത്തണിൽ നോക്കുക. ലെങ്ത് ഓഫ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ലിസ്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എം ഡി ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എന്ന് വെച്ചാൽ സ്റ്റാക്കിൽ എലമെന്റ്സ് ഒന്നും ഇല്ല. ടോപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് പകരം നമ്മൾ സ്റ്റാക്ക് -1, ഇവിടെ എസ് ടി എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റാണ്. ST -1 എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന്റെ അവസാനമുള്ള എലമെന്റ് ആയിരിക്കും നമുക്ക് തരിക. ടോപ്പ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷന് പകരം നമ്മൾ ST -1 ആയിരിക്കും യൂസ് ചെയ്യുക. സ്റ്റാക്കിന്റെ ഒരു പൈത്തൺ ഇംപ്ലിമെന്റേഷൻ ജസ്റ്റ് നോക്കാം. ST
ഈക്വൽ ടു എം ഡി ലിസ്റ്റ്. എസ് ടി എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ കൊണ്ട് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റാക്കിനെയാണ്. സ്റ്റാക്കിനെ ലിസ്റ്റ് വെച്ചായിരിക്കും പൈത്തണിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് എസ് ടി ഈക്വൽ ടു എം ഡി ലിസ്റ്റ് എസ് ടി ഡോട്ട് അപ്പെൻഡ് 1. അന്നേരം സ്റ്റാക്കിലോട്ട് നമ്മൾ 1നെ പുഷ് ചെയ്തു. എസ് ടി ഡോട്ട് അപ്പെൻഡ് 2. ഇപ്പം നമ്മൾ സ്റ്റാക്കിലോട്ട് 2നെ പുഷ് ചെയ്തു. എസ് ടി ഡോട്ട് അപ്പെൻഡ് 3. അന്നേരം നമ്മൾ സ്റ്റാക്കിലോട്ട് 3യെ പുഷ് ചെയ്തു. പ്രിന്റ് എസ് ടി ഡോട്ട് പോപ്പ്. അന്നേരം സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യും, എന്നിട്ട് പ്രിന്റും ചെയ്യും. നമ്മൾ 3യെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രിന്റ് ചെയ്തു.